Next is the data mining task. In നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് നോക്കിയപ്പോൾ നമുക്കറിയാം അതെന്താണ്. ശരിക്കും പറഞ്ഞാൽ ഡേറ്റാസ് കളക്ട് ചെയ്യുക, ആ ഡേറ്റയെ കൂടെ സെർച്ച് ചെയ്യുക, ആൻഡ് അതിനെ അനലൈസ് ചെയ്യുക. ദാറ്റ് ഇസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ മൈൻ ഡിസ്കവർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ശരിക്കും ഡേറ്റ മൈനിങ്. സോ രണ്ട് രീതിയിൽ വരാം. ഒന്ന്, എക്സ്ട്രാക്ഷൻ ഓഫ് എ യൂസ്ഫുൾ പാറ്റേൺ ഫ്രം ദ ഡേറ്റ സോഴ്സസ് ആവാം, അല്ലെങ്കിൽ പാറ്റേൺ മസ്റ്റ് ബി എ വാലിഡ്, നോവൽ ആൻഡ് പൊട്ടൻഷ്യലി യൂസബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ഒന്നാവാം. സോ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഡേറ്റ പാറ്റേൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ദ കൈൻഡ് ഓഫ് patterns that can be mined, there are two categories of functions involved in the data mining. First one is descriptive data mining task, and the second one is the predictive data mining task. Descriptive data mining task എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, അത് ജസ്റ്റ് നമ്മളുടെ ഒരു മെറ്റീരിയലിലുള്ള എന്താണ് ഡിസ്ക്രിപ്റ്റീവ്, ദാറ്റ് ഈസ് ഇത് ഈ രീതിയിലാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ് ടാസ്കും ആൻഡ് പ്രഡിക്റ്റീവ് ഡാറ്റ മൈനിങ് ടാസ്കും. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ് ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, അത് നമ്മളുടെ റിലേഷൻഷിപ്പ് മീൻസ് നമ്മളുടെ ഡേറ്റയിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ആ ലാർജ് ഡേറ്റാ സെറ്റിലുള്ള പാറ്റേൺസിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നിവയാണ് എന്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ്ങിൻ്റെ ഉദ്ദേശം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ കോറിലേഷൻ ആവാം, ക്രോസ് ടാബുലേഷൻ, ഫ്രീക്വൻസി എക്സെട്ര, correlation, frequency, central tendency, etc. The technology is used to determine the similarities in the data and to find the existing pattern. These are the purpose of the descriptive data mining. Descriptive data analysis also used to develop the captive subgroups in the major part of the data available. Okay, so actually the descriptive data analysis emphasis on the summarization and transformation of the data into a meaningful information for the reporting and monitoring. Whereas predictive data mining എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രെഡിക്റ്റ് സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ റിസൾട്ട്, not of current behavior. It's to predict. Okay, it uses the supervised learning functions which are used to predict the target values. The methods come under this type of mining categories are classification, time series analysis, regression, etc. Modeling of data is a necessity of this prediction. സോ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രഡിക്ഷൻ, ദാറ്റ് ഈസ് നമ്മളുടെ കറക്റ്റ്ലി ഉള്ള ഡേറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ അപ് ടു ദിസ് ടൈം വരെയുള്ള ഡേറ്റ വെച്ച് ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ വരുന്നത് പ്രഡിക്റ്റീവ് ഡാറ്റ മൈനിങ്ങിൽ വരുന്നത്. ശരിക്കും അതിൻ്റെ കമ്പാരിസണായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ് ഡിറ്റർമിൻസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, whereas predictive data mining, what happens in the future with the help of the past data. ഓക്കെ, ഇനി വേറൊരു രീതി പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ് ഗീവ്സ് ദി ഡേറ്റയെക്കുറിച്ചുള്ള ആക്യുറേറ്റ് ഇൻഫോർമേഷൻ തരും. മറ്റതാണെങ്കിലോ ആ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് എന്താണ് ഫർദറായിട്ട് സംഭവിക്കാൻ പോകുന്ന എററിനെ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ മൈനിങ്ങിലാണെങ്കിൽ ഏതാണോ നമ്മളുടെ ലാർജ് ഡേറ്റാ സെറ്റ്, ആ ഡേറ്റാ സെറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനെയും അത് എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യാം. വേറാസ് എന്ത് ചെയ്യാണ് പ്രഡിക്റ്റീവ് ഡാറ്റ മൈനിങ്ങിലാണെങ്കിൽ അതെന്ത് ചെയ്യണം, അവർ ഒരു മൈനിങ് പ്രോസസ് ദാറ്റ് ഈസ് ക്യാരി ഔട്ട് ആൻ ഇൻഡക്ഷൻ ഓവർ ദ കറണ്ട് ആൻഡ് പാസ്റ്റ് data so that prediction can be made ആണ്.
ഓക്കെ. സോ ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റയിൽ തരുന്നത് വാട്ട് ഹാപ്പൻഡ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, വേർ എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വേറാസ് പ്രഡിക്റ്റീവിലാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, what is the outcome of this trend continue, what action are required to taken. These are the information we get from a predictive. What are the tools we are using for this? These are mainly ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ വി ആർ യൂസിങ് അസോസിയേഷൻ, ക്ലസ്റ്ററിങ്, സമ്മറൈസേഷൻ. പ്രഡിക്റ്റീവിലാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, പ്രഡിക്ഷൻ മീൻസ് റിഗ്രഷൻ ആൻഡ് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, so these are the tools we are using for mainly we can focus on the descriptive data mining process. The descriptive function, already I told you the descriptive function, what is the descriptive data mining, etc. This also deals with that is the general properties of the data in the database ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഫങ്ഷൻസ് ഈ പറയുന്ന കാറ്റഗറീസ് ആയിട്ട് നമുക്ക് പറയാം. ക്ലാസ് ഓർ കൺസെപ്റ്റ് ഡിസ്ക്രിപ്ഷൻ തരാം, മൈനിങ് ഓഫ് ഫ്രീക്വൻറ്റ് പാറ്റേൺസ് ആവാം, മൈനിങ് ഓഫ് അസോസിയേഷൻ ആവാം, മൈനിങ് ഓഫ് കോറിലേഷൻ ആവാം, മൈനിങ് ഓഫ് clusters are. That is, descriptive statistics are used to describe the basic features of the data in the study. They provide simple summaries about the sample and the measures. Okay, so together with summarization and description, visualization, the descriptive this on the basis of this virtually quantifying the data, we get a overall view of the large data. Okay, so mainly first one is the class or concept description. The class or concept refers to the data to be associated with a class or a concept. Okay, ഒരു ക്ലാസ്സിലോ ഒരു കൺസെപ്റ്റിലോ അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഡേറ്റയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്നതിനാണ് ക്ലാസ് ഓർ കൺസെപ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഒരു കടയിലെ കമ്പ്യൂട്ടേഴ്സിൻ്റെയോ കമ്പ്യൂട്ടേഴ്സ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് കമ്പ്യൂട്ടേഴ്സ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്, പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. മറ്റേ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതിലേതാ വരുന്നത്, ബിഗ് സ്പെൻഡേഴ്സ് ആൻഡ് സ്മോൾ ബഡ്ജറ്റ് സ്പെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനൊരു ഗ്രൂപ്പില്ല, പക്ഷേ ദേ ആർ കമ്മിങ് അണ്ടർ ദാറ്റ് കാറ്റഗറി. ഓക്കെ, സോ ഇതിൽ വേസ് ഓഫ് ക്ലാസ് ഓർ കൺസെപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ഡേറ്റ ക്യാരക്ടറൈസേഷനും, രണ്ട് ഡേറ്റ ഡിസ്ക്രിമിനേഷനും. ശരിക്കും പറഞ്ഞാൽ മൂന്നാമതൊന്നും പറയാം, ദാറ്റ് ഈസ് ഡേറ്റ ക്യാരക്ടറൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഡേറ്റ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ സമ്മറൈസേഷൻ ഓഫ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഓബ്ജക്ട്സ് ഇൻ എ ടാർഗറ്റ് ക്ലാസ് ആൻഡ് പ്രൊഡ്യൂസസ് വാട്ട് ഈസ് കോൾഡ് എ ക്യാരക്ടറിസ്റ്റിക് റൂൾ. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ക്യാരക്ടറിന് പാത്രമായിട്ടുള്ള എന്തൊക്കെയോ സിമിലാരിറ്റീസും മറ്റും സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂളായിട്ട് ദാറ്റ് ഈസ് നമ്മൾ പറയുകയാണ് ഒരു വർഷത്തിൽ ഇലക്ട്രോണിക്സിന് വേണ്ടി 1000, ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ്, $1000 കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പറയുന്നു. സോ അവരെ നമുക്കൊരു പേര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ക്യാരക്ടറൈസേഷൻ ആയിട്ട് മാറും. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് പറയാം, ഡേറ്റ കമ്പാരിസൺ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ടാർഗറ്റ് ക്ലാസ് data objects against the general features of objects from one or multiple classes. Okay, this is a comparison ആണ്. That is ഇതിനെ also പറയും data discrimination. It's also known as data discrimination, or it is just a comparison. Okay, that is the target and contrasting classes can be specified by a user, and the corresponding data objects can be retrieved through the database queries. Okay, so data discrimination produce what we call discriminant rules. മറ്റിടത്ത് ക്യാരക്ടറിസ്റ്റിക്സ് റൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഡിസ്ക്രിമിനൻ്റ് റൂൾസ്. ദാറ്റ് ഈസ് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ ഡിസ്ക്രിമിനേഷൻ റൂള് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ പറയാണ് 30%, ഇതിൽ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് 10% കൂടുതൽ സെയിൽസ്
സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത കമ്പനികൾ ഒരു ഗ്രൂപ്പ്. അല്ല, അത് 30% കൂടുതൽ ഇൻക്രീസ് ചെയ്ത കമ്പനികളുടെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ്. എന്നിട്ട് ഇവരെ മെയിൻ പർപ്പസ് ഇവർ രണ്ടുപേരും സോഫ്റ്റ്വെയർ കമ്പനികളായിരിക്കാം. പക്ഷേ അതിൽ ഒരാളെന്ത് 10% സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ മറ്റേ ആൾ 30% ഇൻക്രീസ് ചെയ്യും. സോ വാട്ട് ആർ ദ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദം? സോ അങ്ങനെയുള്ള സ്റ്റഡി വരുമ്പോൾ ചില കേസുകളിൽ നമുക്കിത് രണ്ടും കൂടെ ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൈനിങ് എ ഫ്രീക്വൻറ്റ് പാറ്റേൺസ് ആണ്. ഫ്രീക്വൻറ്റ് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പാറ്റേൺസ് ദാറ്റ് ഒക്കെ ഫ്രീക്വൻ്റ്ലി ഇൻ ദ ഡേറ്റ. ഓക്കെ, ആൻഡ് ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫ്രീക്വൻറ്റ് പാറ്റേൺസ്. മെനി ടൈപ്പ് ഉണ്ട്. ദറ്റ് ഈസ് ഫ്രീക്വൻറ്റ് സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് വേണ്ട, പക്ഷേ ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. ദറ്റ് ഈസ് ഫ്രീക്വൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ഡേറ്റയിൽ ഒക്കർ ചെയ്യുന്ന പാറ്റേൺസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻറ്റ് പാറ്റേൺ. എ ഫ്രീക്വൻറ്റ് ഐറ്റംസ് ദറ്റ് ഈസ് നമ്മൾ പറയുമ്പോൾ പാല് വാങ്ങിക്കുമ്പോൾ ബ്രെഡ്, നമ്മൾ പുട്ടും കടലയും എന്ന് പറയുന്ന പോലെ ദറ്റ് ഈസ് ഒരു സാധനത്തിൻ്റെ കൂടെ മറ്റൊരു സാധനം, അത് അങ്ങനെ വരുമ്പോൾ അതൊരു പാറ്റേൺ ആണ്. ഓക്കെ, സോ ആ പാറ്റേൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? മൈനിങ് ഓഫ് ഫ്രീക്വൻറ്റ് പാറ്റേൺസ്. അപ്പോൾ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതുപോലെ വേറെ. ആൻഡ് നെക്സ്റ്റ് ഈസ് അസോസിയേഷനും കോറിലേഷൻ. ദാറ്റ് ഈസ് യു നോ വാട്ട് ഈസ് കോറിലേഷൻ ആൻഡ് വാട്ട് ഈസ് അസോസിയേഷൻ. രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന്, അതിപ്പോൾ രണ്ട് രീതിയിലാവാം. ചിലപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾസ് മീൻസ് അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആവാം, ചിലപ്പോൾ മറ്റേടത്ത് എന്തായിരിക്കും അട്രിബ്യൂട്ട്സ് ആവാം. സോ അങ്ങനെ വരുമ്പോഴാണ് അസോസിയേഷനും കോറിലേഷനും. അപ്പോൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ മെയിൽസിന് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണോ, ഫീമെയിൽസിന് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് അസോസിയേഷൻ ആവും. വേറാസ് ഹൈറ്റ്, ഫീമെയിൽസിൻ്റെ ഹൈറ്റും മെയിൽസിൻ്റെ ഹൈറ്റും ഈക്വൽ ആണോ, വ്യത്യാസമുണ്ടോ? അങ്ങനെ വരുമ്പോൾ അതെന്താവും? കോറിലേഷനായിട്ട് മാറും. ആൻഡ് നെക്സ്റ്റ് ഇസ് മൈനിങ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആണ്. മൈനിങ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഈസ് ഓൾസോ ക്ലസ്റ്റേഴ്സ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഒരു സിമിലർ ഓബ്ജക്ട്സുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ക്ലസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലസ്റ്റർ അനാലിസിസ് പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ്ങിൽ ഫസ്റ്റ് വൺ സമ്മറൈസേഷൻ അഥവാ വിഷ്വലൈസേഷനാണ്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ സമ്മറൈസേഷൻ. വാട്ട് ഈസ് എ ഡേറ്റ സമ്മറൈസേഷൻ? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു ഡേറ്റയെ സമ്മറൈസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്? മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ച 4 ക്യാരക്ടറിസ്റ്റിക്കാണ് അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കലി 4ആണ്. പക്ഷേ ഡേറ്റ വലിയ വലിയ ഡേറ്റാസ് എടുക്കുമ്പോൾ വി ആർ യൂസിങ് ഓൺലി mainly two characteristics, that is measures of central tendency and measures of dispersion. That is ആ ഡേറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് ടൂളിനെ ആയാണെങ്കിലും നമുക്ക് എന്തെന്ന് പറയാം? ഡേറ്റ സമ്മറൈസേഷൻ ടൂളെന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് ആൻഡ് മിഡ് റേഞ്ച്, നിങ്ങൾക്കറിയാം എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം. സോ ശരി, വെയ്റ്റഡ് മീനാവാം, ട്രിംഡ് മീനാവാം, മീഡിയൻ ആവാം, മോഡാവാം, മിഡ് റേഞ്ച് ആവാം. ഇതെല്ലാം എന്താണ്? മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും നമുക്ക് ദറ്റ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ്. മീനിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാൻ വേണ്ടി ഞാൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ട്രിംഡ് മീൻ നിങ്ങൾ പഠിച്ചു. മീഡിയൻ എന്താണെന്ന് നിങ്ങൾക്ക് ഡെഫിനേഷൻ അറിയാം. മോഡും മിഡ് റേഞ്ച് എന്താണ്? മിഡ് റേഞ്ച് മീൻസ് റേഞ്ച്. ഓക്കെ, സോ എന്താണെന്ന് നിങ്ങൾക്ക് ഡെഫിനേഷൻ അറിയാം. ആൻഡ് മീഡിയൻ മോഡ് മീൻ ആൻഡ് മീഡിയൻ മോഡ് മൂന്നൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്യൂനെസ്സും മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സ്ക്യൂനെസ് ഇസ് ഓൾസോ മെഷർഡ് യൂസിങ് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കേൾക്കായിരിക്കും 5 നമ്പർ സമ്മറി. ദാറ്റ് ഈസ് ഒരു ഡേറ്റയുടെ 5 നമ്പേഴ്സ് മിനിമം, Q1 ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈൽ, മീഡിയൻ, തേർഡ് ക്വാർട്ടൈൽ ആൻഡ് മാക്സിമം. ഈ 5 വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്, അഥവാ 5 നമ്പർ സമ്മറി ഡയഗ്രാം എന്ന് പറയുന്നത്. സാർ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ദറ്റ് ഈസ് ഇതിൽ ഒരു ബോക്സ് പ്ലോട്ട്, നമ്മളിപ്പോൾ ഒരു ഡേറ്റയിൽ 3 ഡേറ്റാസിൻ്റെ ബോക്സ് പ്ലോട്ട് വരച്ച 3 വേരിയബിൾസിൻ്റെ ഡേറ്റയാണ് വരച്ചേക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ദറ്റ് ഈസ് അതിൽ മുകളിലും താഴെയും ഓരോ വര കണ്ടല്ലോ. ആ 2 വരകളും ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഡേറ്റയിലെ ഏറ്റവും മിനിമവും ഏറ്റവും മാക്സിമവുമാണ്. ഓക്കെ, സോ ഗ്രീൻ കളറിൽ എഴുതിയേക്കുന്നത്. ആൻഡ് അതിനകത്ത് വന്നേക്കുന്നതെല്ലാം ഡേറ്റാസ് ഉള്ള സ്ഥലമാണ്. ആൻഡ്
ആ ബോക്സ് തുടങ്ങുന്നത് Q1 നിന്നും ബോക്സ് എൻഡ് ചെയ്യുന്നത് Q3 ആ നടുക്കലത്തെ വര മീഡിയനാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ബോക്സ് പ്ലോട്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സിമെട്രിക് ആണോ അല്ലയോ എന്ന്. ഇതിലെ ഫസ്റ്റ് ഡോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 പോയിൻറ്റ്സ് വെളിയിൽ കിടപ്പുണ്ട് അല്ലേ, ബ്രാഞ്ച് 1-ൻ്റെ. അതിനർത്ഥം അതിൽ 2 ഔട്ട്ലെയേഴ്സ് ഉണ്ട്. ദറ്റ് മീൻസ് എക്സ്ട്രീം വാല്യൂസ് ഉണ്ട് എന്നാണ്. പക്ഷേ അത് ആ ഡേറ്റ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണ് സിമെട്രിക്കലായിട്ട് വരുന്നുണ്ട്. ബട്ട് നിങ്ങൾ പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ലാസ്റ്റ് ഡേറ്റയാണ് പക്ക സിമെട്രിക്കൽ ഡേറ്റ. ഓക്കെ, സോ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന 5 നമ്പർ സമ്മറി ഡയഗ്രമാണ് എന്ത് ബോക്സ് പ്ലോട്ട്. സോ ഇതുപോലെ തന്നെ ഞാൻ സെൻട്രൽ ടെൻഡൻസി പോലെ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് എന്ത് ഡിസ്പേർഷൻ. ഡിസ്പേർഷനിൽ ശരിക്കും നമ്മൾ കൂടുതലും ഈ ഡേറ്റ സമറൈസേഷൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് എക്സൽ ആണ്. ദാറ്റ് ദീസ് ആർ ദ ബേസിക് ടൂൾസ് വി ആർ യൂസിങ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂട്ടീവ് മെഷർ, ആൾജിബ്രൈക് മെഷർ, ഹോളിസ്റ്റിക് മെഷർ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ വിശദമായി പഠിച്ചവരാണ്, അതിൽ കൂടുതൽ പോകുന്നില്ല. ഇനി വാട്ട് ആസ് എ വിഷ്വലൈസേഷൻ? വിഷ്വലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫുകളെല്ലാം എന്താണ് വിഷ്വലൈസേഷൻസ് ആണ്. ദാറ്റ് ഈസ് വിഷ്വലൈസ് ചെയ്യുന്ന, ദാറ്റ് ഈസ് നമ്മുടെ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടൂളും വിഷ്വലൈസേഷനിൽ വരുന്നതാണ്. എന്തിനാണ് വിഷ്വലൈസേഷൻ? ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പം എന്താണ് ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫാണ്. സോ വിഷ്വലൈസേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ്. ആൻഡ് ഒരു വിഷ്വലൈസേഷനിൽ നിന്ന് നമുക്ക്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബോക്സ് പ്ലോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഡേ ടു ഡേ എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും ഓൾമോസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതേപോലെ പലതും ഇനി മിസ്സിങ് ഡേറ്റ ഉണ്ട്, അപ്പോൾ അതിനകത്തൊരു ഔട്ട്ലെയർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചില ഡേറ്റ സിമെട്രിക് അല്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സമ്മറി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെഷേഴ്സ്, സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും ഒക്കെ സമ്മറീസ് എല്ലാം ഡിസ്ക്രിപ്റ്റീവ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും ഒരൊറ്റ ഡയഗ്രത്തിൽ നിന്ന് എല്ലാ ഡേറ്റയുടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് എന്ത് ആക്ച്വലി നമ്മുടെ വിഷ്വലൈസേഷൻ്റെ അഡ്വാൻറ്റേജാണ്. ഇനി ഞാൻ കുറച്ച് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങളുടെ ലൈൻ ചാർട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട, നിങ്ങൾ പഠിച്ചതാണ്. ഫ്രീക്വൻസി പോളിഗൺ, ഹിസ്റ്റോഗ്രാം അറിയാം നിങ്ങൾക്ക്, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, യൂസസ് ഒക്കെ നിങ്ങൾ പഠിച്ചു. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബാർ ചാർട്ടുണ്ട്, മൾട്ടിപ്പിൾ ബാർ ചാർട്ടുണ്ട്, സബ് ഡിവൈഡഡ് ബാർ ചാർട്ടുണ്ട്, പെർസെൻറ്റേജ് ബാർ ചാർട്ടുണ്ട്, ആൻഡ് ഡീവിയേഷൻ ബാർ ചാർട്ടുണ്ട്, ആൻഡ് പൈ ചാർട്ട് അറിയാം നിങ്ങൾക്ക്, വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച സാധനമാണ്. സ്കാറ്റർ പ്ലോട്ട്, അത് ഈ സെമ്മിലാണ് നിങ്ങൾ പഠിക്കുന്നത്. സ്കാറ്റർ പ്ലോട്ട് എന്താണെന്ന്, ദറ്റ് ഈസ് 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കുന്നത്. ദറ്റ് ഈസ് താഴെ കൊടുത്തേക്കുന്ന ഡയഗ്രാം പോലെ ആ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന അനുസരിച്ച് ഫസ്റ്റ് ഡയഗ്രാം പറയുന്നത് എക്സും വൈയും തമ്മിൽ ഇൻക്രീസിങ് ആയിട്ടുള്ള, ദറ്റ് ഈസ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു റിലേഷൻ എക്സും വൈയും തമ്മിലുണ്ട്. പക്ഷേ സെക്കൻഡ് ഡയഗ്രത്തിൽ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എക്സും വൈയും തമ്മിലുള്ള റിലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് സ്കാറ്റർ പ്ലോട്ട്സ്. ബബിൾ ചാർട്ട് ശരിക്കും പറഞ്ഞാൽ സ്കാറ്റർ പ്ലോട്ട് പോലെ അല്ലെങ്കിൽ നമ്മുടെ ബാർ ചാർട്ട് പോലൊക്കെ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്, പക്ഷെ അധികം ആപ്ലിക്കേഷൻസ് ഉള്ളതല്ല. ആൻഡ് ടൈം ലൈൻ ചാർട്ട്, ഇത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ലൈൻ ചാർട്ട് വരും എല്ലാ വർഷവും അല്ലേ. സോ നിങ്ങൾ ഇന്ന വർഷം ഇന്ന ടൈമിൽ എവിടെയായിരുന്നു ഈ ടൈം ലൈൻ ചാർട്ട് പോലെ ടൈം സീരീസ് പ്ലോട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, ഇതിൽ ടൈം ലൈനാണ്, പൊസിഷനാണ്, നിങ്ങൾ എവിടെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ ടൈം സീരീസ് ചാർട്ടിലാണെങ്കിൽ കാണിക്കുന്നത് ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ഇയറിലെ എന്താണ് ഡേറ്റയാണ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ട്രീ മാപ്പ് ഉണ്ട്. ട്രീ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോയെന്ന് എനിക്കറിയില്ല. ട്രീ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഇതിൽ ആ കളർ ഷെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാവും ഓരോന്നും എന്താണ്. ദാറ്റ് ഈസ് ആ നീല കളർ വന്നേക്കുന്ന എല്ലാം എന്തിനാണ്, ബിവറേജസിനാണ്. പക്ഷേ ബിവറേജസിൽ ഏറ്റവും നല്ല ബിവറേജസ് മീൻസ് ഏറ്റവും യൂസ്ഫുള്ളുള്ള ബിവറേജസിന് ടീസെന്ന് ബിയേഴ്സും പിന്നെ, പക്ഷേ ടീസ് എടുത്തപ്പോൾ അതിൽ പിന്നെയും എന്തുണ്ട് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഡയഗ്രാംസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ട്രീ മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ദാറ്റ് ഇസ് നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. ദാറ്റ് ഇസ് ആ ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടാവില്ല. ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ഇയേഴ്സ് ആയിരിക്കും, അങ്ങനെ മീൻസ് വേർഡുകൾ
തമ്മിലുള്ള റിലേഷൻസ് ആയിരിക്കും, സൈറ്റേഷൻസ് ആയിരിക്കും, ജോഗ്രഫിക്കൽ ഏരിയാസ് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും മീൻസ് ശരിക്കും ഒരു അതിന് പറയുന്നത് നമ്മൾ പറയുന്നത് സ്ട്രക്ചേർഡ് അല്ലാത്ത അൺസ്ട്രക്ചേർഡ് ഡേറ്റാസിനാണ് നമ്മൾ കൂടുതലും നെറ്റ്വർക്ക് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾ പഠിച്ച ഒരുപാട് ഡയഗ്രാംസ്, നിങ്ങൾ പഠിച്ചതല്ലാതെ കേട്ടിട്ടുള്ളതല്ലാതെ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. കാർട്ടോഗ്രാംസ് ഉണ്ട്, പിക്റ്റോഗ്രാംസ് ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. സോ ജസ്റ്റ് ഞാൻ അതിനകത്തിൽ കുറേ എണ്ണം മാത്രം ഒരു മെൻഷൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ യു ഹാവ് ടു പ്രിപ്പയർ. നിങ്ങളതെല്ലാം സെർച്ച് ചെയ്തൊന്ന് നോക്കണം. നിങ്ങൾക്കിതല്ലാതെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നതുണ്ട്, മെക്കേഴ്സ് മാപ്പ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് എന്തുണ്ട്, ഡയഗ്രാംസ് ഗ്രാഫ്സും ഉണ്ട്.